നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. പിണറായിക്കും ഗോവിന്ദനുമൊപ്പം MA ബേബിക്കും വിമർശനം. മലയിടംതുരുത്ത് ഉന്നതിയിലെ പൊളിച്ചു നീക്കിയ സമരപ്പന്തൽ പുനഃസ്ഥാപിക്കും. A. റഹീമിനെയും ഭാര്യയെയും അപമാനിച്ച കേസിൽ പ്രവാസി മലയാളി അറസ്റ്റിൽ. മോഹൻലാലിന് ജന്മദിനാശംസകളുമായി മമ്മൂട്ടി. അബ്ദുൾ റഹീമിന്റെ മോചനം എക്സിറ്റ് നടപടികൾ അവസാന ഘട്ടത്തിൽ. പിണറായിക്കും ഗോവിന്ദനുമൊപ്പം MA ബേബിക്കും വിമർശനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരെ CPM ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇവരെ കൂടാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് നേരെയും വിമർശനം ഉയരുന്നുണ്ട്. ഇടുക്കിയിലെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് MA ബേബിക്ക് നേരെ വിമർശനം ഉയർന്നത്. 2025 ഏപ്രിലിൽ തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് CPM ജനറൽ സെക്രട്ടറി MA ബേബി സ്വന്തം പദവിയുടെ മഹത്വം അറിയാതെ പിൻനിരയിൽ സഞ്ചിയും തൂക്കി നിന്നത് അവമതിപ്പുണ്ടാക്കിയെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. മലയിടംതുരുത്ത് ഉന്നതിയിലെ പൊളിച്ചു നീക്കിയ സമരപ്പന്തൽ പുനഃസ്ഥാപിക്കും. എറണാകുളം കിഴക്കമ്പലം മലയിടംതുരുത്ത് പര്യത്ത് ഉന്നതി കോളനിയിലെ കുടിയൊഴിപ്പിക്കൽ നീക്കവും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും പ്രദേശത്തെ വീണ്ടും കലുഷിതമാക്കുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് പൊളിച്ചു നീക്കിയ സമരപ്പന്തൽ കൂടുതൽ ശക്തമായ രീതിയിൽ പുനഃസ്ഥാപിക്കാനും ഒഴിപ്പിക്കൽ നീക്കത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനുമാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ യോഗം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. A. റഹീമിനെയും ഭാര്യയെയും അപമാനിച്ച കേസിൽ പ്രവാസി മലയാളി അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി സജിമോനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തായിരുന്ന ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. പ്രതിയെ ജാമ്യം നൽകി വിട്ടയച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെയുള്ള കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. റഹീമിന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ സഹിതമായിരുന്നു സജിമോന്റെ പോസ്റ്റ്. മോഹൻലാലിന് ജന്മദിനാശംസകളുമായി മമ്മൂട്ടി. ഇത്തവണയും ആ പതിവ് തെറ്റിക്കാതെ മോഹൻലാലിന് ജന്മദിനാശംസകളുമായി മമ്മൂട്ടി എത്തി. ഇന്നലെ രാത്രി തന്നെ തന്റെ പ്രിയങ്കരനായ ലാലിന് ആശംസ നേർന്നുകൊണ്ട് മമ്മൂക്ക എത്തിയത്. മോഹൻലാലിനുമൊപ്പമുള്ള ചിത്രം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് മമ്മൂട്ടി ആശംസ നേർന്നത്. പ്രിയപ്പെട്ട ലാലിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന കുറിപ്പും ചിത്രത്തിനൊപ്പമുണ്ട്. ചിത്രം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തു. മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെയും നിരവധി പേർ മോഹൻലാലിന് ആശംസ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അബ്ദുൾ റഹീമിന്റെ മോചനം എക്സിറ്റ് നടപടികൾ അവസാന ഘട്ടത്തിൽ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടുമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നിയമ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി സഹായ സമിതി അറിയിച്ചു. ജയിൽ മോചനത്തിന് ശേഷമുള്ള അന്തിമ ഘട്ടമായ എക്സിറ്റ് വിസ ഏതു നിമിഷവും ലഭ്യമായേക്കുമെന്നാണ് സമിതി നൽകുന്ന സൂചന.